രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ബാർക്കോഴ കേസിൽ പെട്ടിരുന്നെങ്കിൽ എന്നാണത്രേ. കെ എം മാണിക്ക് കോഴ രാജിയെ തുടർന്ന് നാട്ടിലുടനീളം കിട്ടിയ സ്വീകരണങ്ങൾ കണ്ട് പലരും ആഗ്രഹിച്ചു തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. പട്ടം മുതൽ പാലാ വരെയുള്ള സ്വീകരണത്തിന്റെ അവസാനം പല ഗൂഢാലോചനകളും വെളിപ്പെടുത്തും എന്ന് മാണി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വല്ലതും പറഞ്ഞാൽ അകത്തിട്ട് അഴിയെണ്ണിക്കും എന്ന ചെന്നിത്തലയുടെ ഭീഷണി ഫലിച്ചു. മാണി ഒരു വെളിപ്പെടുത്തലും നടത്തിയില്ല. പാവപ്പെട്ട വി ഡി സതീശൻ്റെയും ടി എൻ പ്രതാപിൻ്റെയും പേര് പോലും പറയാൻ കെ എം മാണിക്ക് ധൈര്യമില്ല. വി എസിനെയും മകനെയും കുറിച്ചാണ് ആകെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന് കിട്ടേണ്ടത് തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്തായാലും പാലായിലെത്തിയപ്പോഴാണ് മാണി ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. കരയുമ്പോൾ കൂടെ കരയാൻ മുഖ്യമന്ത്രി ഒന്നും ഉണ്ടാകില്ല, പാലാക്കാർ മാത്രമേ ഉണ്ടാകൂ എന്ന്. ചിരിക്കാൻ ധാരാളം ആളുകളുണ്ട്, പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ ആളുകളില്ല. പക്ഷെ ആ ഉപമ നല്ലതാണെങ്കിലും ഇപ്പോൾ നിങ്ങളെന്നെ കാണിക്കുന്ന സ്നേഹത്തിനൊന്നും ഞാനത് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഞാൻ മിനിങ്ങാന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് രാവിലെ അവിടെ നിന്ന് പോന്നു. എനിക്ക് കരച്ചിലില്ല. പക്ഷേ എന്റെ സ്ഥാനം പോയപ്പോൾ എന്നോടൊത്ത് നിങ്ങൾക്ക് കരച്ചിലുണ്ട്, നിങ്ങൾ പൊട്ടിക്കരയുന്നുണ്ട്. നമുക്ക് എപ്പോഴും എവിടെയായാലും കോഴിക്കോട്ട് ചെന്നാലും മദ്രാസിൽ ചെന്നാലും ഡൽഹി ചെന്നാലും എനിക്കൊരു ചിന്തയുണ്ട്, പാലാ. അതിന് വേറെ ആരും ഒന്നും പരിഭവിക്കരുത്. ഞാൻ എവിടെ ചെല്ലുമ്പോഴും പാലായ എന്നുള്ളത് എൻ്റെ ഒരു ദൗർബല്യമായിരിക്കും. എപ്പോഴും ഞാൻ പാലാ 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 എന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് പാലായിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 12 ബഡ്ജറ്റ് 13 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാലായിക്കും കേരളത്തിനും, പാലായിക്കുള്ളത് പാലായിക്കും കേരളത്തിനുള്ളത് കേരളത്തിനും. യഥാർത്ഥത്തിൽ പാലായേക്കാൾ വലിയ ലോകം മാണിക്കില്ല. വെളിപ്പെടുത്തലുകൾ നടത്തും എന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും പാലാക്കാരുടെ മുന്നിൽ ഒന്നും മാണി തുറന്നു പറഞ്ഞില്ല. പാലായല്ല കേരളം എന്ന് പറഞ്ഞ കോൺഗ്രസ് MLA-മാർക്ക് മാണി ഒരു മുന്നറിയിപ്പ് നൽകി. അവരുടെ പേര് പറയാൻ മാണിക്ക് പേടിയാണ്. ഇന്നേരോ ഒന്നോ രണ്ടോ MLA-മാർ, അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പാലാ മാത്രമല്ല, പാലായിക്കപ്പുറം ലോകം ഉണ്ടെന്നല്ലേ. അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ലോകമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള. ബൈബിൾ ഒരു വാക്കുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ ഭയപ്പെടേണ്ട യാതൊരു കാര്യം. നിന്നെ അല്പസമയം നിന്നെ ഞാൻ ഉപേക്ഷിച്ചാലും ഞാൻ വീണ്ടും നിന്നെ ശക്തനാക്കും. നിന്നെ ഞാൻ വഴി നടത്തും എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വാക്യമുണ്ടെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ എന്നോടുകൂടി ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ശക്തനാകും. എന്നാൽ PC ജോർജിനെ പേരെടുത്ത് പറഞ്ഞ് പ്രാഗിയിട്ടുണ്ട്. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്നാ പറയുന്നത്. നമ്മളൊരു പയ്യനുണ്ടല്ലോ, അവന് ഒരു വിവരവും ഇല്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പേ പറയുക. ഒരിടത്ത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ കൊടുത്തതേ ഉള്ളൂ. നമ്മൾ സ്റ്റേറ്റുകാരൻ കയറ്റി, നമ്മൾ ഔദാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോഴെന്തായി? നമ്മൾ തെറി പറയുക എന്നും. ഇന്ന് രാവിലെയും തെറിവാ. എന്തിനെനിക്കറിഞ്ഞുകൂടാ, ചുമ്മാ പറയുക. ഞാൻ ഉത്തരം പറയാത്ത കാര്യം അറിയാം.
ഇദ്ദേഹം എന്തൊക്കെയാ പറയുന്നത് ജനങ്ങൾക്ക് അറിയാം. എനിക്ക് ആരോടും പകയില്ല. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്. അതുകൊണ്ട് ജോർജിനും നന്മ വരട്ടെ, ജോർജും നന്നാവട്ടെ, ഇനിയും കൂടുതൽ വിജയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോഴും പറയാമെന്ന് പറഞ്ഞ ഗൂഢാലോചനയെക്കുറിച്ച് മാണി ഒന്നും മിണ്ടിയില്ല. പകരം മുന്നിൽ കൈയടിക്കാൻ വേണ്ടി നിർത്തിയിരുന്നവർ ബാബുവിൻ്റെ കോഴയെക്കുറിച്ച് പറയുന്നത് കേട്ട് ആസ്വദിച്ചങ്ങനെ നിന്നു. ഫാൻസുകാർ പറയുന്നത് ചാനൽ മൈക്കിലൂടെ കേൾക്കുന്നില്ലേ എന്ന സംശയത്താൽ പലതവണ മാണി മിണ്ടാതെ നിന്ന നിൽപ്പ് നിന്ന് കളഞ്ഞു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ബാബുവിനെ കുറിച്ച് അണികൾ തെറി വിളിച്ചല്ലോ എന്ന സംതൃപ്തിയിൽ മാണി പ്രസംഗം അവസാനിപ്പിച്ചു. മാണിക്കും ബാബുവിനും കൊടുക്കുന്ന 2 നീതിയെക്കുറിച്ച് PJ ജോസഫ് പറഞ്ഞത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം. എന്തായാലും സ്വീകരണം ഗംഭീരമായി. എന്തായാലും ഇന്നിവിടെ നടന്നത് ഒരു മഹാസംഭവമായി. പക്ഷേ ഞാൻ ആളുകളെ കുറെ കൂടെ പ്രതീക്ഷിച്ചു. നമ്മൾ കാശ് കൊടുത്തവരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോ എന്നെ പറ്റി എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്തോ ഒരു ശിരോമണി. ഉവ്വ്, ഉത്കൃഷ്ട ശിരോമണി. അത് ഭഗവത്ഗീതയിലുള്ള പദപ്രയോഗ. അത് പറഞ്ഞപ്പോ എന്തായിരുന്നു കയ്യടി? കൂടുതൽ ആളുകളും കൂവായിരുന്നു. പക്ഷേ എനിക്ക് ആ പ്രയോഗം വളരെയേറെ ഇഷ്ടപ്പെട്ടു. സന്തോഷം. ഇനി നമുക്ക് ഈ സ്വീകരണ പരിപാടി അത് ഇതൊന്നും വേണ്ട. സമൂഹ വിവാഹം, അതിനായിപ്പോ മാർക്കറ്റ്. ഈ സാധു പെൺകുട്ടികളെയൊക്കെ ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക. അത് കൊള്ളാമല്ലോ. അക്കൂട്ടത്തിൽ സാറിന് ഒരു സ്വീകരണവും അതെന്തായാലും കാണുമല്ലോ. അതാണ്, കോഴയായാലും സമൂഹ വിവാഹമായാലും രാജിവെച്ചായാലും സ്വീകരണം ഉറപ്പാണ്. ഇത്തവണത്തെ സ്വീകരണത്തിൽ എല്ലാം കഴിഞ്ഞപ്പോൾ VS-ൽ നിന്നാണ് ഒരു പണി തിരിച്ചു വന്നത്. അതൊരു ഇടവേള കഴിഞ്ഞ്. സരിത